ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ രാജീവ് മേനോൻ ഹരിശങ്കറിനെ വിളിച്ചുകൊണ്ട് മുകളിലോട്ട് പോവുകയാണ്. എന്നിട്ട് റൂമിലോട്ട് കയറുകയാണ്. അപ്പോൾ എന്താ കൊച്ചിച്ച എന്നെ ഈ റൂമിലോട്ട് കയറ്റുന്നത്, എൻ്റെ എന്തെങ്കിലും കള്ളത്തരം നിങ്ങൾ പിടിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് നീ എന്ത് കള്ളത്തരം ചെയ്തെന്ന് രാജീവ് ചോദിക്കുകയാണ്. അല്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളെന്നൊക്കെ പറയുകയാണ് ഹരിശങ്കർ. അപ്പോൾ ഞാൻ അലീനയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിപ്പിച്ചത്. ഇനി അലീനയും ബാലചന്ദ്രനും ഒന്നും നമ്മുടെ ശത്രുക്കളല്ല, എല്ലാവരോടും സന്തോഷമായിട്ട് പോകണം. വെറുതെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കൊച്ചിച്ച് എന്ത് വർത്താനമാണ് ഈ പറയുന്നത്? നിങ്ങൾ 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് പോയപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. പുലിയെപ്പോലെ പോയവർ ഇപ്പോൾ എലിയെപ്പോലെ വന്നിരിക്കുകയാണോ എന്നൊക്കെ ഹരിശങ്കർ ചോദിക്കുക. അങ്ങനെയൊന്നും അല്ല, വെറുതെ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അത്രേ ഉദ്ദേശിച്ചോളൂ എന്ന് പറയുകയാണ്. അലീനയെന്ന് പറഞ്ഞവളെ കിഡ്നാപ്പ് ചെയ്ത് ഏതെങ്കിലും വേശ്യാലയത്തിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇവിടെ നിന്ന് പോയത്, എന്നിട്ട് ഇത്ര പെട്ടെന്ന് നിങ്ങൾ തകിടം മറിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഗംഗാധരൻ വരികയാണ്. അപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ, അതായത് നമ്മുടെ 3 പേരുടെ തീരുമാനങ്ങളാണ് ഇനി ഇവിടെ നടപ്പാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ബാലചന്ദ്രനുമായിട്ടും അലീനയായിട്ടും ഒരു ശത്രുതയും വേണ്ട, എല്ലാവരും സന്തോഷമായിട്ട് പോകണം. വെറുതെ എന്തിനാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അല്ലല്ലോ കൊച്ചിച്ചനും അച്ഛനൊക്കെ ഇന്നലെ വരെ പറഞ്ഞിരുന്ന, പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം മാറ്റിയപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളെന്ന് പറയുകയാണ് ഹരിശങ്കർ. അപ്പോൾ നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, നമ്മൾ പറയാൻ അനുസരിച്ചാൽ മതിയെന്ന് രാജീവ് പറയുകയാണ്. നമ്മൾ പറയും കാര്യങ്ങളൊക്കെ അത് നീ അനുസരിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക. നീ ഇപ്പോൾ ചെയ്യാനുള്ളത് പഠിക്കുക നന്നായിട്ട്, എന്നിട്ട് ഒരു ജോലി നേടുക, അതാണ് നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യത്തിൽ ഹരിശങ്കർ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഹരിശങ്കർ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എന്നിട്ട് അമ്മയെ കാണുകയാണ്. അമ്മ, ഈ കൊച്ചിച്ചനും അച്ഛനൊക്കെ എന്താണ് പറ്റിയത്, ഇന്നലെ മെലിഞ്ഞെന്നൊക്കെ എന്തോന്നാണ് അവർ ഇവിടെ പറഞ്ഞുകൊണ്ട് പോയത്, അലീനെ കൊല്ലണം, കൊല വിളിക്കണം എന്നൊക്കെയല്ലേ. ഇപ്പോൾ നോക്കണം, അവളെ മാലാഖി പോലെ വെച്ചിരിക്കുകയാണ്, നമ്മൾ അവളെ സംരക്ഷിക്കണമെന്ന്, ഇനി ഒരു പ്രശ്നത്തിനും പോകണ്ടെന്നൊക്കെ പറയുകയാണ്. ഇവർക്കിത് എന്ത് പറ്റിയെന്നാണ് കമലയും പറയുന്നത്. എന്തോ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യത ഇല്ലെന്ന് പറയുകയാണ്. അത് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ കമല പറയുകയാണ്. എന്നെ പട്ടിയെ പോലെയാണ് ബാലചന്ദ്രൻ അവിടെ നിന്ന് തുറപ്പെടുത്ത് അടിച്ചിറക്കിയത്. അപ്പോൾ ഹരിശങ്കർ അപ്പോൾ എന്നെ എന്തെല്ലാം ഉപദ്രവിച്ചു, ഇതൊക്കെ കണ്ടിട്ട് അച്ഛൻ ഒന്നും മിണ്ടാതെ നിന്നെന്ന്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പ്രതികാരം വീട്ടാനുള്ളൊരു അവസരമായിരുന്നു അലീനെ കിഡ്നാപ്പ് ചെയ്ത്, എല്ലാം കളഞ്ഞു മുടിച്ചെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനി ബബിതയുടെ രോഹിയുടെ കാര്യം എങ്ങനെയാണ്, അവർ ഇവിടെ നിൽക്കട്ടെ അത് അങ്ങ് പോകാനാണോ തീരുമാനിച്ചത്, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അവർ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ്. ബബിത ഏത് സമയം ഫോണിലാണല്ലോ, പിന്നെ രഞ്ജു പിന്നെ അങ്ങനെ അല്ലല്ലോ, അവൾ ഏത് സമയം ഫോണിലാണല്ലോ, അപ്പോൾ ആരെയും കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ലെന്നൊക്കെ പറയുകയാണ്. എന്തായാലും നീ ചെല്ല്, ഞാൻ മുകളിലോട്ട് പോയി ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കമല മുകളിലോട്ട് പോവുകയാണ്. കമല മുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ രാജീവും ശിവേട്ടനൊക്കെ നിൽക്കുകയായിരിക്കും. അപ്പോൾ അവരോട് കിടന്ന് വളരെ രീതിയിൽ ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഹരിശങ്കറിനോട് എന്താണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് കാര്യങ്ങളല്ലേ പറഞ്ഞത്, ഇനി ഒരു പ്രശ്നത്തിന് പോകണ്ട, എന്തിനാണ് കുടുംബത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമെന്നൊക്കെ ചോദിക്കുകയാണ്. എന്ത് കുടുംബമാണ്, അപ്പോൾ നിങ്ങളുടെ സഹോദരി ഭർത്താവിനെ ഏതോ ഒരു ഇതിൽ പഴിച്ച് പ്രസവിച്ചൊരു മകളെ വിളിച്ചുകൊണ്ടുവന്ന് അവളുടെ വൈജയുടെ ജീവിതം തകർത്തില്ലേ, എല്ലാത്തിനും കാരണം ബാലചന്ദ്രനാണ്. എന്നെ പട്ടിയെ പോലെയല്ല അവിടെ തുറപ്പെടുത്ത് അടിക്കാൻ ഇറങ്ങിയത്. അതുപോലെ ഹരിശങ്കറിനെ എന്തെല്ലാം ഉപദ്രവിച്ചു, എന്നിട്ട് നിങ്ങളൊന്നും മിണ്ടാൻ നോക്കി നിന്നല്ലോ, അച്ഛനും എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും, അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് പറയുകയാണ്. ഇപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, അലീന എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, വൈജയ്ക്ക് ആപത്ത് വന്നതെല്ലാം അലീന കാരണമല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് അലീന കാരണമാവുന്നത്, അവൾ രാത്രി 1:30-ക്ക് വണ്ടിയെടുത്ത് ഇറങ്ങിയതല്ലേ, അതിന് കാരണം ബാലചന്ദ്രനല്ലേ. ബാലചന്ദ്രൻ പറഞ്ഞില്ല അലീനയെ ഇനി ഇവിടെ നിർത്താൻ പറ്റുമല്ലോ, നിനക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞില്ല, അത് ബാലചന്ദ്രൻ തന്നെ പറഞ്ഞല്ലോ എന്നൊക്കെ കമല പറയുകയാണ്. എന്തായാലും കൊള്ളാം, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തകിടം മറിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറയണം, എന്തോ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് കമല പറയുകയാണ്. ആ സമയത്ത് അവിടെ ഗംഗാധരൻ വരികയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താണ് കമല ഇവിടെ കിടന്ന് ചാടുന്നത്, അപ്പോൾ കാര്യങ്ങളൊക്കെ ശിവനും രാജിയും പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് നീ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്ത് പ്രശ്നമാണ്, ഞാനാണ് ബാലചന്ദ്രൻ്റെ തുറപ്പിട്ട് അടിയെല്ലാം കൊണ്ടത്, ഇനി നാണം കിട്ടില്ലേ എന്നൊക്കെ കമല ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നീ തെറ്റ് ചെയ്തിട്ടില്ല, നീ എന്തിനാണ് വേറെ വീട്ടിൽ ഇപ്പോൾ അവിടെ താമസിച്ച ഒരു കുട്ടിയെ പിടിച്ച് പുറത്താക്കിയത്, അതൊക്കെ തെറ്റല്ലേ ചോദിക്കുന്നു. അത് തെറ്റായി. ഇപ്പോൾ ബാലചന്ദ്രൻ്റെ അവിഹിതത്തിലുണ്ടായ കുട്ടിയല്ലേ ഞാൻ ഇറക്കി വിട്ടത്, അത് ഇത്ര വലിയ കുറ്റമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. വൈജയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്തതെന്ന് കമല ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കമല പറയുകയാണ്, ഞാൻ ഒരു ആണുങ്ങളുള്ള വീട്ടിൽ കയറി വന്നാൽ മതിയായിരുന്നു, ഇവിടെ ആണുങ്ങളില്ലല്ലോ, എല്ലാം പെണ്ണുങ്ങളെ പോലെയുള്ള വർഗ്ഗങ്ങളല്ലേ ഉള്ളതെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശിവന് ദേഷ്യം വരികയാണ്. നീ എന്തുദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത്, ഇവിടെ ആണുങ്ങളില്ലെന്ന്, പിന്നെ നിനക്ക് 3 കുട്ടികളുണ്ടായത് എങ്ങനെയാണ്, ആണുങ്ങളില്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതോ നീ വന്നപ്പോൾ കൊണ്ടുവന്നതാണോ ചോദിക്കണം. ഇതിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോകാനായിട്ട് പറയുകയാണ്. അല്ല, ഞാൻ
കൊണ്ടുവന്ന എല്ലാ ശിവേട്ടൻ്റെ 3 മക്കൾ തന്നെയാണ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ശിവൻ അടിക്കാനായിട്ട് ഓങ്ങുകയാണ്. നിന്നെ അടിച്ച് നിൻ്റെ ചെവിക്കല്ല് പൊളിഞ്ഞു കയറി പോകാനായിട്ട് പറയുകയാണ്. അങ്ങനെ കമല പേടിച്ച് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് ഗംഗാധരൻ അമ്മയുടെ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, മോനെ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബബിത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അലീനെ തട്ടിക്കൊണ്ട് പോയെന്നു, പിന്നെ തിരിച്ചു വന്നൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുകയാണ്. അതാ ശിവന് രാജീവും കൂടി ചെയ്ത വേലയാണ്. അലീനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഏതോ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ ആളൊഴിഞ്ഞൊരു വീട്ടിൽ കൊണ്ട് കെട്ടിയിടുകയാണ് ചെയ്തത്. ബാലചന്ദ്രൻ കേസ് കൊടുത്തു. ഭാഗ്യത്തിന് മനു എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് അറസ്റ്റ് ഉണ്ടായില്ല, ഇല്ലെങ്കിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്ത് ലോക്കപ്പിൽ കിടക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് അമ്മ അതിശയിക്കണം. ഇവന്മാർക്ക് എന്തിൻ്റെ കേടാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു സമാധാനപരമായിട്ട് നീ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് അമ്മ ചോദിക്കുകയാണ്. വെറുതെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ഗംഗാധരനോട് പറയുകയാണ്, മോനെ നീ പോണതിന് മുമ്പ് എന്നെ വൈജിയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം, നീയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അച്ഛനില്ല, മൂത്ത മകൾ നീയാണ്, അപ്പോൾ നീയാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ ബാലചന്ദ്രൻ്റെ മകളൊക്കെ തന്നെയാണ്, പക്ഷേ വൈജിയായിട്ട് അവിടെ ഇനിയായാലും പ്രശ്നം തന്നെയാണ്, അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ മകളാണോ എന്നാണ് അമ്മ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈജയ്ക്ക് എത്ര മക്കളുണ്ട്? 3 മക്കൾ. 3 അല്ലല്ലോ, 4 ഇല്ലേ? ഒരെണ്ണം കല്യാണത്തിന് മുമ്പ് അവൾ പ്രസവിച്ചില്ല, ആ കുട്ടി മരിച്ചു പോയില്ല, ഇനി അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുകയാണ്. ഇത് ബാലചന്ദ്രൻ്റെ മകളല്ലേന്ന് ചോദിക്കുകയാണ്. അമ്മ വിചാരിക്കും പോലെ നമ്മുടെ വൈജയുടെ ആ മകളില്ല, ആ കുട്ടി മരിച്ചിട്ടില്ല, ഇന്നും അത് ജീവനോടെ ഇരിപ്പുണ്ട്. 23 വയസ്സ് പ്രായം ആ കുട്ടിക്ക് വരും. പിന്നെ വേറൊരു സത്യം കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ പറയട്ടെ. ഈ കാര്യങ്ങളെല്ലാം, അതായത് വൈജയ്ക്ക് ഒരാൾ ഇഷ്ടമായിരുന്നെന്നോ അയാളോടൊപ്പം ജീവിച്ചെന്നോ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം ഒരാൾക്ക് കൂടി അറിയാതെ മറ്റാരുമല്ല ബാലചന്ദ്രൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും മുത്തശ്ശി അന്തം വിടുകയാണ്. ഈശ്വരൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിൽ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്